പെട്ടെന്ന് ഒരു നാരങ്ങച്ചാറ് കഴിക്കാൻ തോന്നി ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മുളക് പൊടിയും. അപ്പോൾ 1 ടീസ്പൂണ് 1.5 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കായത്തിൻ്റെ പൊടിയാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി അതിൽ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വിനീഗറും കൂടി വേണേ. അപ്പോൾ അതും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു തുള്ളി എണ്ണയുടെ ആവശ്യമില്ല, നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കുക ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മുളക് പൊടി തന്നെ ഇട്ട് കൊടുക്കാം, പക്ഷേ എരിവ് ജാസ്തി ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നല്ലൊരു ചുവന്ന കളറും ഉണ്ടാവില്ല, കാണാനൊരു ഇത്തിരി ഭംഗി ഉണ്ടായിരിക്കോട്ടെ. അപ്പോൾ അത് അച്ചാർ നമ്മൾ റെഡി ആയി, ഇത്രേ പണിയുള്ളൂ. പക്ഷേ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാരങ്ങ കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കണേ. എന്നിട്ട് അതെടുത്തിട്ട് ഒന്ന് തുടച്ച് വെച്ചതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതാ അച്ചാർ പാത്രത്തിലാക്കിയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു